ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തുഷാർ നന്ദുവിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദു അങ്ങോട്ട് കയറി വരുന്നത്. നീ വന്നായിരുന്നു, ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, കിട്ടുന്നില്ലല്ലോ എന്ന് ഓർത്തിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് തുഷാര. ഉടനെ നന്ദു പറയും, ദേ നയനേച്ചി നിനക്ക് കുറച്ച് ഫുഡ് മേടിച്ച് തന്നു വിട്ടിട്ടുണ്ടോയെന്ന്. അതൊന്നും വേണ്ടായിരുന്നല്ലോടാന്നൊക്കെ തുഷാര പറയും. അത് സാരമില്ല, നീ എന്തായാലും ഞങ്ങളുടെ കൂടെ ഫുഡ് കഴിക്കാൻ വന്നില്ലല്ലോ, അപ്പോൾ ഇത് കഴിക്ക്, എന്തായാലും ഇവിടുത്തെ ക്യാൻറ്റീനിലെ ഫുഡ് കഴിച്ച് ബോറടിച്ചിരിക്കുന്നതല്ലേ എന്നൊക്കെ ചോദിക്കും. എന്തായാലും നിൻ്റെ ആദർശേട്ടനും നയനേച്ചിയും സൂപ്പറാകട്ടോ എന്നൊക്കെ തുഷാര പറയുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ പറയാറില്ലേ, ഞാൻ ഇവർക്ക് വേണ്ടിയാ അനിയെ പോലും വേണ്ടെന്ന് വെച്ചതെന്നൊക്കെ പറയുന്നുണ്ട് നന്ദു. ഉടനെ പറയും, അത് വേണ്ടായിരുന്നു, എന്തായാലും നിനക്കത് ആദർശേട്ടനോട് പറയാമായിരുന്നല്ലോ, ആദർശേട്ടൻ തലേദിവസമാണ് ഇനി ചോദിച്ചതല്ലേ നിന്നോട്, അത് നിൻ്റെ നയനേടത്തിയുടെ തെറ്റാ, അല്ലെങ്കിൽ നീ ആ വീട്ടിൽ തന്നെ ചെന്ന് കയറേണ്ടതല്ലായിരുന്നോ? ഞാനായിരുന്നെങ്കിൽ ആ പുളിങ്കമ്പൊന്നും വിട്ട് കൊടുക്കത്തില്ലായിരുന്നു, അവിടെ സുഖമായിട്ട് ജീവിച്ചേനും. ഇന്നാണെങ്കിൽ നീയുമായിട്ട് ഇതുപോലെ ആദർശേട്ടനും നയനേച്ചിയും വന്ന പോലെ തന്നെ അടിച്ചു പൊളിച്ച് ജീവിക്കത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തുഷാര. നിന്നെ ദ്രോഹിക്കുന്ന ആ ട്രെയിനറുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു ആദർശേട്ടനെന്ന് തുഷാര ചോദിക്കുന്നുണ്ട്. എന്ന് പറയും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുത്തശ്ശനോട് ഇവർ സംസാരിക്കുകയും ചെയ്തു, എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമായിരിക്കും. ആ മൂർത്തി മുത്തശ്ശൻ എന്ന് പറഞ്ഞാൽ വലിയൊരാളാണ്, പക്ഷേ ഒരു ഒതുങ്ങിയ ടൈപ്പിൽ ജീവിക്കുന്ന ആളാന്നേ ഉള്ളൂ, വലിയ പിടിപാടൊക്കെ ഉള്ള ആളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സങ്കടം കേൾക്കുമ്പോൾ മുത്തശ്ശൻ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല എന്നൊക്കെ പറയും. എന്തായാലും അതുപോലുള്ളൊരു വീട്ടിലേക്ക് നീ വീണ്ടും കയറി ചെല്ലണം, ഇനിയാണെങ്കിലും അനിയുടെ കൂടെ ജീവിക്കാനൊരു അവസരം കിട്ടിയാൽ നീ അത് കളഞ്ഞ് കുളിച്ചേക്കല് കേട്ടോ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് തുഷാര അങ്ങ് എഴുന്നേറ്റ് പോകും. പിന്നീട് കാണിക്കുന്നത് ദേവയാനി ചന്തുമോളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കുഞ്ഞിനോട് പറയുന്നുണ്ട്, മോള് കുഞ്ഞുവാവയുടെ അടുത്തൊന്നും പോകരുത്, അത് കുഞ്ഞുവാവയുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് തന്നെയാണ് ആദർശം നയനയും കയറി വരുന്നത്. പറയും, ദേ മോടെ നയനാമ്മ വന്നല്ലോ എന്ന് പറയും. നയന വന്ന് ഓടി വന്ന് കുഞ്ഞിനെ എടുക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ പറയും, മോളെ നന്ദുവിനെ കണ്ടിട്ട് എന്തായി, അവളുടെ പ്രശ്നങ്ങളൊക്കെ മാറിയോ എന്നൊക്കെ ചോദിക്കും. ആ ട്രെയിനർ ആകെ പ്രശ്നത്തിലാണെന്നാണ് പറഞ്ഞ്, ഞങ്ങൾ മുത്തച്ഛനോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും. അച്ഛൻ ഇതിലൊക്കെ ഇടപെടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതറിയത്തില്ല, നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവളുടെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞെന്ന് പറയും. അത് കഴിയുമ്പോഴത്തേന് പറയും, എന്നാൽ കുഞ്ഞിന് കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുക്കാൻ പറയുമ്പോൾ ആദർശൊരു കിറ്റ് കാറ്റ് പോലെ എന്തോ എടുത്ത് കൊടുക്കുകയാണ് കയ്യിൽ. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് നവി അങ്ങോട്ട് വരുന്നത്. നവിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നവി ഇങ്ങനെ മുഖം വീർപ്പിച്ചവിടെ നിൽക്കുകയാണ്. അന്നേരത്തേനുടനെ ആദർശ് നവിയെ കാണുമ്പോൾ ചോദിക്കും, എന്താ നവി അവിടെ നിന്നെന്ന് പറയും. ഒന്നുമില്ല എന്ന് പറയും. അല്ല, നിൻ്റെ കുഞ്ഞ് മുട്ടായി ഒന്നും തിന്നാറായില്ലല്ലോ, അതുകൊണ്ടാണ് കൊണ്ടുവരാഞ്ഞ കേട്ടോ എന്ന് പറഞ്ഞാൽ ദേവയാനിയും പറയും. ഞാനിതിന് മുട്ടായി ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് നവിയെ കയറി അങ്ങ് പോകുന്നുണ്ട്. ഉടനെ ദർശനം അങ്ങ് എന്തോ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും നയന പറയും, എന്തായാലും ചേച്ചിക്ക് ആകെ പരിഭവമാണ്, കാരണം ചേച്ചിയുടെ കുഞ്ഞിനെ ആരും എടുക്കുന്നില്ല, താലോലിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ്, ഞാനിപ്പോൾ എന്നാൽ ചെന്ന് കുഞ്ഞിനെ ഒന്ന് കണ്ടേച്ച് വരാമെന്ന് പറഞ്ഞ് അങ്ങ് കയറി പോവുകയാണ്. നയന കയറി ചെല്ലുമ്പോഴത്തേനും നവിയുടെ കുഞ്ഞിങ്ങനെ തൊട്ടിക്കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പം നയന കുഞ്ഞിനെയൊക്കെ താലോലിച്ചിട്ട് എടുത്ത് തോളെ വെച്ച് ഇങ്ങനെ കളിപ്പിക്കുകയൊക്കെയാണ്. അത് കണ്ടുകൊണ്ടാണ് നവി അങ്ങോട്ട് കയറി വരുന്നത്. എന്നെ പറയും, നീ എൻ്റെ കുഞ്ഞിനെ ഒന്നും എടുക്കണ്ട, എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് തന്നേന്ന് പറഞ്ഞുകൊണ്ട് നയനയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ അങ്ങ് പിടിച്ച് വാങ്ങിക്കും. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ഇങ്ങനെയൊക്കെയെന്ന്. അതല്ല, നിനക്കിപ്പം താലോലിക്കാനും കളിപ്പിക്കാനും ഒക്കെ വേറെ കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെ അങ്ങ് കളിപ്പിച്ചാൽ മതി എന്നൊക്കെ പറയും. അതെന്താ ചേച്ചി, ഇവളുടെ ഇളയമ്മയല്ലേ ഞാൻ, അപ്പോൾ എനിക്ക് കുഞ്ഞിനെ എടുത്ത് കളിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കും. അതൊന്നും വേണ്ട, എൻ്റെ കുഞ്ഞിനെ നീ ഇനി എടുക്കുകയേ വേണ്ട, നീ എന്നെ അമ്മയെന്നൊക്കെ വിളിക്കാനായിട്ട് ഇവിടെ വേറെ ആളുണ്ടല്ലോ എന്നൊക്കെ പറയും. അത് കേട്ടുകൊണ്ടാണ് ജലജ അങ്ങോട്ട് കയറി വരുന്നത്. എന്നാൽ ജലജ പറയും, അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ്, നീ എവിടുന്നോ വലിഞ്ഞു കയറി വന്ന കൊച്ചിനെ അങ്ങ് താലോലിച്ചുകൊണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറയും. ഞാനും ചേച്ചിയും തമ്മിൽ ഒരു പ്രശ്നമില്ലായിരുന്നാണ്, അബിയും അപ്പച്ചിയും കൂടെ കൂടിയാണ് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് ചേച്ചിയുടെ മനസ്സ് മാറ്റി എന്നൊക്കെ പറയുമ്പോൾ നവി ചോദിക്കും, അതിന് അബി അമ്മ എന്നാ ചെയ്തേ, അവർ പറയുന്നതിൽ ന്യായമില്ലേ, നീ ഇപ്പം എന്തിനാ വല്ലവരുടെയും കൊച്ചിനെ എടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്നത്, അത് നിൻ്റെ കുഞ്ഞൊന്നും അല്ലല്ലോ, വല്ല പെണ്ണുങ്ങളുടെയും കുഞ്ഞിനെ എടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുക, എന്നെങ്കിലും ആ കുഞ്ഞിൻ്റെ അമ്മ തിരിച്ചു വരുമ്പോഴത്തേന് അത് നിനക്ക് ദോഷമായി മാറുകയില്ല, നീ ഇവിടുന്ന് പുറത്താകുകയില്ല എന്നൊക്കെ ചോദിക്കും. ഉടനെ നയന പറയും, അങ്ങനെ വന്നാൽ എനിക്കൊരു പ്രശ്നവുമില്ല, അതെന്നെ ബാധിക്കത്തേ ഇല്ലെന്നൊക്കെ പറയാം. ഉടനെ ജലജ പറയും, അത് കണ്ടില്ലേ, അവളുടെ സ്വഭാവം കണ്ടില്ലേ, എന്തൊക്കെയായെന്ന് പറഞ്ഞാലും അവൾ ഇവിടുന്ന് പോകില്ല എന്നല്ലേ പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നവി പറയുന്നുണ്ട്, നീ അമ്മയും അച്ഛനെയും കുടുംബത്തെയൊക്കെ ഓർത്ത് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുമെന്നല്ലേ പറഞ്ഞതിനർത്ഥം, അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, ഈ കുഞ്ഞിനെയൊക്കെ ഇങ്ങനെ നോക്കി നടത്തേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. അന്നേരത്തേനുടനെ നയന പറയും, എന്തായാലും എൻ്റെ ആദർശേട്ടനെ കുറ്റം പറയാൻ നിങ്ങൾക്ക് ആർക്കും പറ്റത്തില്ല, എൻ്റെ ആദർശേട്ടനൊരു തെറ്റ് പറ്റി, അത് ഞാൻ അങ്ങ് സഹിച്ചു, ഇനി നിങ്ങളാരും ഇനി അഭിപ്രായം ഒന്നും പറയാൻ പോകണ്ടെന്ന് പറയും. അവനുള്ള എന്തൊക്കെ പറഞ്ഞാലും അവന് പൂമാല കൊടുത്തുകൊണ്ട് ഇരിക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജലജ അങ്ങ് പിരികേറ്റുകയാണ്. അന്നേരത്തേന് നയന പറയുന്നുണ്ട്, ആദർശേട്ടനില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ കുടുംബം ഇങ്ങനെ ഉണ്ടായിരിക്കുകയില്ല, അല്ലേ തന്നെ മൊത്തം പ്രശ്നങ്ങളായേനം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഇറങ്ങിപ്പോവാണ്.
അന്നേരം നവിക്ക് എന്തോ പോലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ജലജ പറയും, കണ്ടോ അവളുടെ പോക്ക് കണ്ടോ, അവൾക്ക് ആരോ എന്തോ കൈവശം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുമോ എന്നൊക്കെ ചോദിക്കും. എന്താണെന്ന് അറിയത്തില്ല, എന്തായാലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് നവിയും പറയും. മുത്തശ്ശൻ വിളിച്ച് പറഞ്ഞതനുസരിച്ച് നന്ദുവിൻ്റെ ട്രെയിനർക്ക് ട്രാൻസ്ഫർ ആയി കേട്ടോ. അന്നേരം അത് ഓഫീസർ വിളിച്ച് ട്രെയിനറോട് പറയുന്നുണ്ട്, എന്താ സാർ ഇത്ര പെട്ടെന്നൊരു ട്രാൻസ്ഫർ എന്നൊക്കെ ചോദിക്കും അയാൾ. എന്നാ പറയും, അത് പിന്നെ താൻ ഈയിടെയായിട്ട് ഒരുപാട് ലീലാവിലാസങ്ങളൊക്കെ ഈ ട്രെയിനിങ് ക്യാമ്പിൽ നടത്തുന്നുണ്ട്, അതിൻ്റെയൊക്കെ കോപ്പി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചപ്പോഴല്ലേ താൻ ഇങ്ങനത്തെ ദ്രോഹങ്ങളൊക്കെ ഓരോന്ന് ചെയ്യുന്നെന്ന് മനസ്സിലായത്. ഇതൊക്കെ ഇവിടുത്തെ CCTV പതിവും താൻ ഓർക്കണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കും. പിന്നെ പെൺകുട്ടികൾ ഇത്രയും മര്യാദകേടായിട്ട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യാൻ പാടില്ലായിരുന്നു. താൻ എന്തിനാണ് നന്ദു എന്ന് പറഞ്ഞ പെൺകുട്ടിയോട് ഇത്രയൊക്കെ ക്രൂരമായി പെരുമാറിയത്? മറ്റുള്ളവരെ പോലെ അല്ലല്ലോ ആ കുട്ടിയോട് നീ പെരുമാറിയെന്നൊക്കെ ചോദിക്കും. സാർ ഞാൻ എല്ലാവരും ഒരുപോലെ കരുതിയുള്ളെന്നൊക്കെ പറയും. അത് ഈ ക്യാമറയിൽ നോക്കിയാൽ മനസ്സിലാകും, അത് എല്ലാവരും കാണുകയും ചെയ്തു. അന്നേരമാണല്ലോ എല്ലാവരും കൂടുതൽ അന്വേഷിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എല്ലാവരോടും തിരക്കുകയും ചെയ്തു. അപ്പോൾ ഒരാൾ പോലും തനിക്ക് അനുകൂലമായിട്ട് സംസാരിച്ചില്ല. താൻ അത്ര ക്രൂരമായിട്ട് എല്ലാവരോടും പെരുമാറി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടൊരു പണിഷ്മെൻ്റായിട്ട് താനിപ്പം തൃശ്ശൂർ പോയി നിൽക്കുക. അത് കഴിയുമ്പോഴത്തേന് വലിയ പ്രശ്നമില്ലാതെ പോയാൽ തനിക്ക് കൊള്ളാം, അല്ലെങ്കിൽ പിന്നെ താൻ സ്ഥിരമായിട്ട് ഒരു നോട്ടപ്പുള്ളിയായി മാറും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ട്രെയിനറെ പറഞ്ഞു വിടുവാണ്. ഈ സമയം നന്ദുവും കൂട്ടുകാരോട് ഇരുന്ന് പഞ്ച് പിടിക്കുകയാണ്. ആദ്യം തുഷാരയായിട്ടാണ് നന്ദു പിടിക്കുന്നത്. അത് കഴിയുമ്പോഴത്തേന് തുഷാരെ തോപ്പിച്ച് കഴിയുമ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം ഒരു മസിലൊക്കെ ഉള്ള ഒരാളുണ്ടായിരുന്നല്ലോ, ആ ചെറുക്കനുമായിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ ആ ചെറുക്കനെയും തോപ്പിക്കുകയാണ്. അന്നേരമാണ് ട്രെയിനർ അങ്ങോട്ട് കിടന്ന് വരുന്നത്. അപ്പോഴത്തേനും തുഷാര പറയുന്നുണ്ട്, എടാ അയാൾ വരുന്നുണ്ട്, നിർത്തിക്കോ, പരിപാടി നിർത്തിക്കോളാൻ. അയാൾ വന്നിട്ട് പറയും, എനിക്ക് ട്രാൻസ്ഫർ ആയി കേട്ടോ എന്ന് പറയുന്നുണ്ടേ നന്ദുവിനും തുഷാരയ്ക്കും ചിരി വരുന്നുണ്ട്. അണ്ണേ പുതിയ ആൾ എന്ന് വരും സാറെന്നൊക്കെ ഉടനെ തുഷാര ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടി പരിശ്രമിച്ച കുറച്ച് പേര് ഇവിടെ ഉണ്ടല്ലോ, അവരോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പറയും. എന്നിട്ട് പറഞ്ഞിട്ട് അങ്ങ് പോകാൻ തുടങ്ങുന്ന ഉടനെ നന്ദു ചെന്നിട്ട് പറയും, സാർ ഞാൻ വിചാരിച്ചാലും ചില കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് മനസ്സിലായില്ലേന്ന്. താൻ ഇവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാലും ഒരുപാടത്തും ഒരുപാട് കാലം നിൽക്കത്തില്ല. താൻ ഫിസിക്കലി ഫിറ്റാണ്, പക്ഷേ മെൻ്റലി ചില പ്രശ്നക്കാരിയാണ് താനെന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് നന്ദു പറയും, എന്തായാലും അത് ഞാനങ്ങ് സഹിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് അങ്ങ് പോവുകയാണ് ട്രെയിനർ. ചന്തുമോളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഒരുങ്ങാണ് ദേവയാനിയും നയനയും കൂടെ. അപ്പം വീട് മുഴുവൻ അലങ്കരിക്കുക, ബലൂണൊക്കെ വെച്ച്. അന്നേരം ദേവയാനി പറയും, ഇതുപോലൊന്നും ഒരുങ്ങുന്നത് ഈ വീട്ടിലെ പലർക്കും സൂഹിക്കത്തില്ല കേട്ടോ എന്ന്. അത് ശരിയാ, ആ കൂട്ടത്തിൽ ചേച്ചിയും കൂടെ ചേർന്നല്ലോ എന്ന് ഓർത്തിട്ടാണ് എനിക്ക് സങ്കടം എന്ന് പറയും. അന്നേരം അവിക്കൊന്നും അറിയത്തില്ലല്ലോ, ആദർശിന് പകരം അവിയാണ് തെറ്റുകാരനെന്ന് അറിഞ്ഞിരുന്ന ഇതൊന്നും അല്ലല്ലോ ഇവിടെ സംഭവിക്കുന്നതെന്നൊക്കെ ദേവയാനി പറയും. ആ സമയത്താണ് അനി അങ്ങോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ അനി പറയും, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതായിരുന്നു പറയും. എടാ നിന്നെ ഞാൻ 3 ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടുള്ളതല്ലേ, എന്നിട്ട് നീ എന്താ അങ്ങോട്ടൊന്നും പോകാത്തെന്നൊക്കെ ദേവയാനി ചോദിക്കുന്നുണ്ട്. ഉടനെ പറയും, എനിക്ക് അങ്ങോട്ടൊന്നും പോകുന്ന ഇഷ്ടമില്ല, അവിടെ കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് നടക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ ഈച്ചയായിട്ട് ഇരിക്കാൻ എന്നെ കിട്ടത്തില്ലെന്നൊക്കെ പറയുമ്പോഴത്തേന് നയനയ്ക്ക് അത് AC ഒക്കെ അല്ലേന്ന്, എൻ്റെ അടുത്ത് ഞാനൊരു പഴമൊഴി പോലെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, അവിടെ എനിക്ക് പോയി ഇരിക്കാനൊക്കെ മടിയാന്ന് പറയും. അല്ലെങ്കിൽ ഇവന് പണി ചെയ്യാനൊക്കെ ഭയങ്കര മടിയുള്ളവനാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മുത്തശ്ശൻ അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ ഞാൻ മോൾക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയാനാണ് വന്നതെന്നൊക്കെ പറയും. എന്താ കാര്യം ചോദിക്കുമ്പോഴത്തേന് പറയുന്നുണ്ട്, നന്ദുവിനെ ഇങ്ങനെ ദ്രോഹിച്ച് ആ ട്രെയിനറെ മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്ന്. അത് കേൾക്കുമ്പോൾ ദേവയാനിക്കും നയനിക്കും ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ സന്തോഷമുണ്ട് അനിക്കും. അനി എന്തായാലും അത് ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അച്ഛൻ സാധാരണ ഇതിലൊന്നും ഇടപെടാറില്ലല്ലോ എന്നാണ് ദേവയാനി ചോദിക്കുന്നുണ്ട്. അത് ശരിയാണ്, പക്ഷേ നന്ദു മോളുടെ കാര്യത്തിൽ ഞാനിതെല്ലാം ചെയ്യും, കാരണം അവൾ ഒരു SI ആകാനുള്ള കഴിവുള്ള പെൺകുട്ടിയാണ്. അപ്പം അവളെ ദ്രോഹിക്കുന്ന ആ ട്രെയിനറെ മാറ്റേണ്ടത് എൻ്റെയും കൂടെ കടമയില്ലേ, അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തതെന്നൊക്കെ മുത്തശ്ശൻ പറയും. അന്നേരത്തേനുടനെ അനി പറയും, അല്ലെങ്കിലും മുത്തശ്ശൻ ചെയ്ത് വലിയൊരു കാര്യം കേട്ടോ മുത്തശ്ശ, താങ്ക്സ് എന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് എല്ലാവരുടെ മുഖം വല്ലാതാവുന്നുണ്ട്. നീ എന്തിനാ താങ്ക്സ് പറഞ്ഞത്? ഞാൻ നിനക്ക് വേണ്ടി താങ്ക്സ് പറയാനുള്ള പരുവത്തിലൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയും. അതെല്ലാം നന്ദു അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു, അപ്പം മുത്തശ്ശൻ അങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ എന്നൊക്കെ പറയും. അതൊക്കെ കാര്യം ശരിയാണ്, പക്ഷേ നീ ചെയ്ത അതൊന്നും എനിക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല. നിൻ്റെ ഭാര്യയുള്ളപ്പോൾ നീ നന്ദുവിൻ്റെ പുറകെ ചെന്ന് അവളെ കാണാൻ ട്രെയിനിങ് ക്യാമ്പിൽ ചെന്നതിനൊക്കെ അതൊന്നും ന്യായീകരിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഏതൊരു പെണ്ണും സഹിക്കുന്ന കാര്യമാണോ നീ ചെയ്യുന്നത്? സ്വന്തം ഭർത്താവിന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടോ എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അതൊരു പെണ്ണും സഹിക്കത്തില്ല, അത് അനാമികയും ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് അനി അങ്ങ് മിണ്ടാതെ നിൽക്കുകയാണ്. മുത്തശ്ശൻ
മുത്തച്ഛൻ പോയി കഴിയുമ്പോഴത്തേന് അനിയോട് ദേവയാനി ചോദിക്കുന്നുണ്ട്, ഇവിടെ ഞങ്ങൾക്കുള്ളതിനേക്കാൾ സന്തോഷം നിനക്കാണല്ലോ ഇപ്പോൾ എന്ന് പറയും. അതല്ലേലും എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അനി അങ്ങ് ചിരിച്ചുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. അന്നേരത്തേന് ദേവയാനി പറയും, എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ട് പോലും അവൻ്റെ മനസ്സ് നന്ദുവിൽ നിന്ന് അകലുന്നില്ലല്ലോ മോളെ, എന്ത് ചെയ്യാനെന്നൊക്കെ. അത് കേൾക്കുമ്പോഴത്തേന് നയന ഇങ്ങനെ അങ്ങ് ടെൻഷൻ അടിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.